അതുപോലെ തന്നെ PSC പരീക്ഷകൾക്ക് എക്കണോമിക്സ് പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഈ ഒരു രമേശ് സിംഗിൻ്റെ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത്. ഈവൻ UPSC ആസ്പിറൻസും യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ്. എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് നമുക്ക് എക്കണോമിക്സിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചാപ്റ്ററിനകത്ത് നമ്മളൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ, എന്താണ് എക്കണോമി, എന്താണ് മൈക്രോ മാക്രോ എക്കണോമിക്സ്, എന്തൊക്കെയാണ് എക്കണോമിക് സിസ്റ്റംസ്, കൺസെൻസസ് എന്തൊക്കെയാണ്, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പരിചയപ്പെട്ടു. അത് കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം ചാപ്റ്റർ 2 വരിക. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് കണ്ടല്ലോ, എന്താണ്? ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് ഹാപ്പിനെസ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതും ഈ 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഗ്രോത്ത് എന്താണെന്ന് മനസ്സിലാക്കാം, എക്കണോമിക്സിൻ്റെ കേസിലുള്ള ഗ്രോത്ത് എന്താണെന്ന് മനസ്സിലാക്കാം, എക്കണോമിക്സിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം, അതുപോലെ തന്നെ എക്കണോമിക്സിലെ ഹാപ്പിനെസ് കൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം എന്താണെന്ന് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫുൾ ഒരു ഐഡിയ ലഭിക്കും. ഓക്കെ, ഈ ചാപ്റ്ററിലെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ദെൻ പ്രോഗ്രസ്. ആദ്യമേ നമ്മൾ ഇതെല്ലാം പഠിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമേ പരിചയപ്പെടേണ്ട ഒരു ടേമാണ് പ്രോഗ്രസ്. സോ പ്രോഗ്രസ് എന്താണെന്നറിയാം, അതിനുശേഷം എക്കണോമിക് ഗ്രോത്ത് എന്താണെന്ന് മനസ്സിലാക്കാം, അതിനുശേഷം എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പാർട്ട് 1 വരുന്നത്. പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാപ്പിനെസ്സിനെ കുറിച്ചും ഇൻസൈറ്റ്സ് ഇൻ ടു ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് നഡ്ജ് ആൻഡ് പബ്ലിക് പോളിസി. ഇത്രയും കാര്യങ്ങളായിരിക്കും പാർട്ട് 2 മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ജനറൽ ഇൻട്രൊഡക്ഷൻ. സോ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പം ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഫോമിൽ നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം നോക്കരുത്. കാരണം ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് മെയിൻസിലോട്ട് വരുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ സിലബസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞായിരുന്നു. മെയിൻസിൽ 3 സെക്ഷൻസ് ആയിട്ടായിരിക്കും നടക്കുന്നത്. GS പേപ്പർ, അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഈ ഒരു ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് പഠിക്കുമ്പോഴത്തേക്ക് അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ ഒരു KSന് മാത്രമല്ല PSCക്ക് ആണെങ്കിലും ഈ ഒരു ബുക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടാവത്തുള്ളൂ. കാരണം എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴത്തേക്കും ആ പോയിൻറ്റ്സ് വെച്ച് പഠിക്കാതെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എല്ലാ സെൻറ്റൻസുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു സെൻറ്റൻസ് പോലും നമുക്ക് വിടാനില്ല. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പം ഇതിലെ സെൻറ്റൻസ് എടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് ചേരാത്ത ഏതാണെന്ന് ചോദിക്കും. സോ അത് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എല്ലാ സെൻറ്റൻസുകളും ഒന്നും വിടാതെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഇൻട്രൊഡക്ഷനിലോട്ട് പോകാം. ഓക്കെ, similar to the seers and philosophers, economics were also party to humans' quest for a better tomorrow. നല്ലൊരു നാളേക്കായിട്ട് നമ്മളുടെ തത്വചിന്തകന്മാരെയും ദർശകരെയും പോലെ തന്നെ എക്കണോമിസ്റ്റുകളും ആ ഒരു നല്ലൊരു നാളേക്കായുള്ളൊരു തിരച്ചിലിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് സങ്കല്പങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതായത് എക്കണോമിക് ലിറ്ററേച്ചറിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഓൾമോസ്റ്റ് നമുക്കറിയാം. അതായത് പ്രോഗ്രസ്സിൽ നിന്ന് എവിടം വരെ എത്തി നിൽക്കുന്നു, ഗ്രോത്തിലും ഡെവലപ്മെൻറ്റിലും ഈവൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ പോലും എത്തി നിൽക്കുകയാണ് നമ്മളുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. കൂടുതലും എക്കണോമിക് മാൻ എന്ന് പറയുന്ന അവരുടെ ആ ഒരു ഐഡിയയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു ലോകം എവിടെ എത്തി നിൽക്കുന്നത്, നല്ല ഒരു വെൽത്തി നേഷനായിട്ട് മാറിയിരിക്കുന്നത് അല്ലേ. അതായത് ഈ പോസ്റ്റ് വാറൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു വെൽത്തിൽ എത്തിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ എക്കണോമിക് മാൻസിൻ്റെ ഓരോ ഐഡിയാസാണ്. ഈ 1980 കാലഘട്ടത്തിന് ശേഷമാണ് ഈ സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ, അതായത് രാശിയുടെ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയതും അവസാനം ഏത് കൺസെപ്റ്റിൽ വന്ന് നിൽക്കുന്നതും എക്കണോമിക് മാൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വന്ന് നിൽക്കുന്നതും. ഓക്കെ, thus started mankind urge to introspect the lives of humanity on the planet Earth. അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ ഒരു മനുഷ്യവംശം എന്ത് ചെയ്യുന്നു? ആ ഒരു പ്ലാനറ്റ് എർത്ത് എന്ന് പറയുന്ന പ്ലാനറ്റിലുള്ള മനുഷ്യരുടെ ജീവിതം ആത്മപരിശോധന നടത്തുന്നു അല്ലേ. മാനവവംശം ആത്മപരിശോധന നടത്തുന്നു. ഓക്കെ, അങ്ങനെ
എന്താണ് ഒരുപാട് അതിനിടയ്ക്ക് തന്നെ എന്താണ് ക്ലൈമറ്റ് ചേഞ്ചസ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളുടെ UNOയുടെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മളുടെ വേൾഡിന് എന്തുണ്ട്, വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്യുക, സെൻറ്റൻസുകളും നോട്ട് ചെയ്യുക, എന്നല്ലേ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി പോകുന്നത് പ്രോഗ്രസ്സിലോട്ടാണ്. ഓക്കെ, എന്താണ് പ്രോഗ്രസ് എന്ന് പറയുന്നത്? പ്രോഗ്രസ്സിന് നമ്മളുടെ എക്കണോമിക്സിൽ വലിയ ഒരു റോളില്ല. എന്നാലും എന്താണ് പ്രോഗ്രസ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, വായിച്ചു നോക്കൂ. പ്രോഗ്രസ് എന്ന് പറയുന്നത് ഒരു ജനറൽ ടേം ആണ്. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു ഏതെങ്കിലും ഒരു സംഭവത്തിനുണ്ടായ ഒരു ബെറ്റർമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇംപ്രൂവ്മെൻറ്റിനെ കാണിക്കുന്ന ആ ഒരു ടേമിനെയാണ് എക്സ്പേർട്സ് യൂസ് ചെയ്യുന്ന ആ ഒരു ടേമാണ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. എക്കണോമിക്സിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ്, അതായത് ഈ ഒരു ടേമിനെ അർത്ഥം വരുന്നത് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് അവിടെ ഉണ്ടായി, അല്ലെങ്കിൽ ആ ഒരു എക്കണോമിയിലും അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ, ലൈഫ്സ് ഓഫ് പീപ്പിൾ എന്തുണ്ടായി, ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടായി എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇതിന് എന്തുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്. ഞാൻ ഈ പറയുന്ന സെൻറ്റൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്കിനി അങ്ങോട്ട് ഗ്രോത്ത് പഠിക്കുമ്പോഴും ഡെവലപ്മെൻറ്റ് പഠിക്കുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സെൻറ്റൻസ് ആണ് ഇതെന്ന് പറയുന്നത്. ഇറ്റ് ഹാഡ് ബോത്ത്. ഇവിടെ പ്രോഗ്രസിൻ്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ എന്താണ്, അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റും ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റും രണ്ടും വരുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് after a point of time, some economists started using all the three terms. അതായത് പ്രോഗ്രസ്സും ഗ്രോത്തും ഡെവലപ്മെൻറ്റും എല്ലാം ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആര്? എക്കണോമിസ്റ്റുകൾ, അല്ലേ? അങ്ങനെ ഓൾമോസ്റ്റ് സെയിം മീനിങ് ആണ് അതിനുള്ളതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ 1960, 1970, 1980 കാലഘട്ടത്തിലാണ് ഈ ഓരോ വേർഡ്സിനും അല്ലെങ്കിൽ ഈ ഓരോ ടേംസ്, അതായത് പ്രോഗ്രസ്സിനും ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും കറക്റ്റായിട്ടുള്ളൊരു ക്ലിയർ മീനിങ് ഉണ്ടാകുന്നത്. ഓക്കെ, ഈ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്തായി, ഒരു ജനറൽ ടേം ആയിരിക്കും. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഓക്കെ, എക്കണോമിക്സിൽ പ്രോഗ്രസ് എന്ന അതിന് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് നമ്മൾ ഡെഫിനിഷനോ അർത്ഥമോ ഒന്നും ഈ ഒരു എക്കണോമിക്സിൽ പറയുന്നില്ല. പക്ഷേ എന്തിന് കറക്റ്റായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഉണ്ട്? നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും എന്തുണ്ട്, കറക്റ്റായിട്ടുള്ളൊരു ഡെഫിനിഷനുണ്ട്. ഓക്കെ, ബട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് വെയർ അലോട്ടഡ് ദെയർ ക്ലിയർ കട്ട് മീനിങ്സ്. അതിന് കറക്റ്റായിട്ടുള്ളൊരു മീനിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രോഗ്രസ് എന്താണെന്ന് മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. ഇതൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് പറയുന്നതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും അത് സംഭവം ക്ലിയർ ആവും. അടുത്ത് നമ്മൾ പോകുന്നത് എക്കണോമിക് ഗ്രോത്തിലേക്കാണ്. ഇത് കാണുമ്പോഴത്തേക്ക് ഒത്തിരി ഉണ്ട്, ഒന്നും മനസ്സിലാവത്തില്ല, തോനെയുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. വായിച്ച് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ കാര്യമായിരിക്കും ഇത് പറയുന്നത്. സിമ്പിൾ ലാംഗ്വേജിലുമാണ് ഈ ഒരു ടെക്സ്റ്റ് അവർ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചോ അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്ക് പോലും ഈസി ആയിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു ടെക്സ്റ്റ്. ബാക്കിയുള്ള ടെക്സ്റ്റുകളെ പോലല്ല ഈ ഒരു ടെക്സ്റ്റ് അത് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിക്കാണ്. സിമ്പിൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്ത് എന്നത് നമ്മൾ സയൻസിലൊക്കെ യൂസ് ചെയ്യുന്നത്, അല്ലേ? ബയോളജിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷേ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എക്കണോമിക്സിലാണ് നമ്മൾ ഈ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവരുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ പീരീഡിലുള്ള ആ ഒരു എക്കണോമിക് വേരിയബിൾസിൻ്റെ ഇൻക്രീസിനെയാണ്, അതിൻ്റെ ആ ഒരു കൂടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സെൻറ്റൻസിൽ അതാ പറയുന്നത്, ആൻ ഇൻക്രീസ് ഇൻ എക്കണോമിക് വേരിയബിൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈസ് എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ എക്കണോമിക് ഗ്രോത്തിൻ്റെ ഡെഫിനേഷൻ കിട്ടിയല്ലോ, അത് നോട്ട് ചെയ്യുക. ഇനി the term can be used in an individual case or in the case of an economy or the whole world. ഈ ടേം എന്ത് ചെയ്യാം, ഈ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ടേം നമുക്ക് ഒരു വ്യക്തിയുടെ കേസിൽ അയാൾക്ക് ഇച്ചിരി എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി, അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു സ്ഥലത്ത് ഈ ഒരു എക്കണോമിയിൽ, ഇന്ത്യൻ എക്കണോമിയിൽ കുറച്ച് ഗ്രോത്ത് ഉണ്ടായി, അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ പറയാം
വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് പറയാം. അവിടെ ആ ഒരു എക്കണോമിക് ഗ്രോത്ത് എന്നുള്ള പറയുന്ന ടേം നമുക്ക് ഈ 3 കേസസിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, എന്താണ്, പ്രോഗ്രസ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, അതെന്താണ്, ക്വാണ്ടിറ്റേറ്റീവും ആണ്, ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റും ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പോഴത്തേക്കും എക്കണോമിക് ഗ്രോത്ത് ഓർത്തിരിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. എക്കണോമിക് ഗ്രോത്തിലോട്ട് വരുമ്പോഴത്തേക്കും എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ് അതിനുള്ളത്, അല്ലെങ്കിൽ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ടേം ആണെന്ന് പറയാം. അല്ലെങ്കിൽ അവിടുത്തെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിഫയബിലിറ്റി ആണെന്ന് പറയാം. ഓക്കെ, ആസ്പെക്ട് ഓഫ് ഗ്രോത്ത് ഈസ് ഇറ്റ്സ് ക്വാണ്ടിഫയബിലിറ്റി. എന്താണ് ക്വാണ്ടിഫയബിലിറ്റി എന്ന് പറയുന്നത്? ഒരാൾക്ക് അതിൻ്റെ അബ്സല്യൂട്ട് ടേംസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോത്തിനെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്വാണ്ടിഫയബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം അവിടെ യൂസ് ചെയ്യുന്ന, നമ്മളിപ്പം എന്താണ് മെഷർ ചെയ്യാൻ പോവുകയാണ് അല്ലേ, മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം, യൂണിറ്റുകൾ വേണം. എന്തെങ്കിലും ഒരു മെഷർമെൻറ്റ് യൂണിറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ ഇത്ര കിലോഗ്രാമിലാണെങ്കിൽ ആ കിലോഗ്രാം, അല്ലെങ്കിൽ എന്താ കിലോമീറ്ററിലാണെങ്കിൽ ആ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു യൂണിറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്കണോമിക് ഗ്രോത്തിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു എക്കണോമിക് വേരിയബിൾ, ഏത് എക്കണോമിക് വേരിയബിൾ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ടായിരിക്കും, അതായിരിക്കും അവിടുത്തെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ആൻ എക്കണോമി മൈറ്റ് ഹാവ് ബീൻ ഏബിൾ ടു സീ ഗ്രോത്ത് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് എ ഡീക്കേഡ് വിച്ച് കുഡ് ബി മെഷേർഡ് ഇൻ ടൺസ്. ഒരു ഡീക്കേഡ്, ഒരു ദശാബ്ദ കാലത്തിലുള്ള ആ ഒരു എക്കണോമിയിലെ ഫുഡ് പ്രൊഡക്ഷൻ്റെ ഗ്രോത്ത് അളക്കാൻ പോകുന്നത് അവർക്ക് വെറുതെ പോയി അളക്കാൻ പറ്റുമോ? ഇല്ല. അവർക്ക് എന്താണ്, കറക്റ്റ് ആ ഒരു ഗ്രോത്ത്, ആ ഒരു എക്കണോമിക് വേരിയബിൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് എന്തിലായിരുന്നു, ടൺസിലായിരുന്നു അല്ലേ. ആ ഒരു യൂണിറ്റ് വെച്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആ ഒരു എക്കണോമിക് ഗ്രോത്ത്, എവിടെയുള്ള ഫുഡ് പ്രൊഡക്ഷനിലുള്ള എക്കണോമിക് ഗ്രോത്ത് കണക്കാക്കാനായിട്ട് പോകുന്നത്. മനസ്സിലായല്ലോ? മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. The growth of road network in an economy might be measured for a decade or any period in miles or kilometer. ഒരു എക്കണോമിയിലെ റോഡ് നെറ്റ്വർക്കിൽ ഉണ്ടായ ഗ്രോത്ത് അവർ മെഷർ ചെയ്യുന്നത് ഏതിലായിരിക്കും, ഓവർ എ പീരീഡ് ആണ് കേട്ടോ, ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിലുള്ള ഒരു മെഷർമെൻ്റ് ആണ്. അതൊന്നെങ്കിൽ മൈൽസിലായിരിക്കും അല്ലെങ്കിൽ കിലോമീറ്റേഴ്സിലായിരിക്കും. മൂന്നാമതൊരു എക്സാമ്പിൾ നോക്കാം. സിമിലർലി ദ വാല്യൂ ഓഫ് ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ആൻ എക്കണോമി, ഒരു എക്കണോമിയിലെ ടോട്ടൽ പ്രൊഡക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കറൻസി ടേംസിലായിരിക്കും, അതായത് പണനിബന്ധനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ മെഷർ ചെയ്യുന്നത് ഓവർ എ പീരീഡ്. ഓക്കെ, അതായത് എക്കണോമി എന്താണ്, അവിടെ ഗ്രോ ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ ഒരു അർത്ഥം. മറ്റൊരു എക്സാമ്പിൾ, ഈ എക്സാമ്പിൾസ് ഒക്കെ നോട്ട് ചെയ്യുക, ചിലപ്പം നമുക്ക് ഡിഫൈൻ ചെയ്യാം, എക്കണോമിക് ഗ്രോത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറയുമ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നമുക്ക് കാച്ചി അങ്ങ് വിടാനായിട്ട് സാധിക്കും. അത്രയും ആ ഒരു പോർഷൻസ് എല്ലാം നമുക്ക് ആ ഒരു പേപ്പറിൻ്റെ അത്രയും നിറച്ച് എഴുതണ്ടേ, സോ അത്രയും നമുക്ക് സ്പേസ് ഫുള്ളാക്കാനായിട്ട് ഈ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് സാധിക്കും. ഓക്കെ, എക്സാമ്പിൾസിനൊക്കെ ആ ഒരു വാല്യുവേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് തന്നെ ഉണ്ട്. സോ എക്സാമ്പിൾസും ഓർത്തിരിക്കുക. ഇനി അടുത്ത ലാസ്റ്റ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്, പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ആൻ എക്കണോമി. ഒരു എക്കണോമിയുടെ പെർ ക്യാപിറ്റ ഇൻകം എന്താണ്, പെർ ക്യാപിറ്റ പ്രതിശീർഷ വരുമാനം അല്ലേ. ആ ഒരു പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് എന്തായിരിക്കും, മോണിറ്ററി ടേംസിലായിരിക്കും എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോഗ്രസ് ആണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. വി മേ സേ ദാറ്റ് ദ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോസസ് ആണ്. അപ്പം ഈ ഒരു ഗ്രോത്ത് റേറ്റ്, ഒരു എക്കണോമിക് വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്രോത്ത് റേറ്റ് കണക്കാക്കണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പീരീഡ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. ഒരു എക്കണോമിക് ഗ്രോത്ത്, ടു കാൽക്കുലേറ്റ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ആൻ എക്കണോമിക് വേരിയബിൾ, അവർക്ക് എന്താണ്, ആ രണ്ട് പീരീഡുകൾക്ക് ഇടയ്ക്കുള്ള അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, ആ ഒരു ഡിഫറൻസിനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഡയറി ഫാം ഓണർക്ക് 100 ലിറ്റർ പാല് അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം അവർ 100 ലിറ്റർ പാല് ഉൽപ്പാദിപ്പിച്ചു. അടുത്ത മാസം എത്തിയപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു, 105 ലിറ്റർ പാല് ഉൽപ്പാദനമുണ്ടായി. അപ്പോൾ അവിടെ എത്ര ഗ്രോത്ത് റേറ്റ് ഉണ്ടായി എന്ന് ചോദിച്ചാൽ എന്താണ്, അവർക്കിടയിൽ 100നും 105ൻ്റെ ഡിഫറൻസ് എടുക്കുന്നു. എത്രയാണ്, 5ആണ് ഡിഫറൻസ്. സോ 5% ആണ് ആ 2 മാസ കാലയളവിൽ ഉണ്ടായ ആ ഒരു ഗ്രോത്ത് റേറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? അതുപോലെ നമുക്കെന്ത് ചെയ്യാം, ആ ഒരു ഗ്രോത്ത് റേറ്റ്, ഒരു എക്കണോമിയുടെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ
ഒരു സക്സസീവ് പീരീഡ് ഉണ്ടാവും. കൂടുതലും ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആനുവൽ കൺസെപ്റ്റിലാണ്, അതായത് ഓരോ വർഷം തോറുമാണ്. പക്ഷേ എന്തെങ്കിലും അത്യാവശ്യ സമയം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്റ്റ് വാല്യൂ നമുക്ക് അറിയണമെങ്കിൽ ആ ഒരു കറക്റ്റ് പീരീഡിൽ ആ ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഗ്രോത്ത് റേറ്റ് ആ പർട്ടിക്കുലർ പീരീഡ് അനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്, സോ ഗ്രോത്ത് ഇസ് എ വാല്യൂ ന്യൂട്രൽ ടേം. എന്താണ് ഗ്രോത്ത് എന്ന് പറയുന്നത്? ഒരു വാല്യൂ ന്യൂട്രൽ ടേം ആണ്. അത് നമ്മൾ പോസിറ്റീവായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, അതായത് നെഗറ്റീവായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു എക്കണോമി, ഒരു സ്പെസിഫിക് പീരീഡിൽ ഒരു എക്കണോമിയുടെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഈ ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതലും എന്താണ് പോസിറ്റീവ് സെൻസിലാണ് ഈ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഈ എക്കണോമിസ്റ്റ് പറയുന്നത് എക്കണോമി ഈസ് ഗ്രോയിങ്, ഇറ്റ് മീൻസ് ദ എക്കണോമി ഈസ് ഹാവിങ് എ പോസിറ്റീവ് ഗ്രോത്ത്. എക്കണോമി വളരുന്നുണ്ടെന്ന് പറയുന്നതിന് അതിൻ്റെ അർത്ഥം എന്താണ്? എക്കണോമിക്ക് ഒരു പോസിറ്റീവ് ഗ്രോത്ത് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അത് നമുക്ക് എന്താ പറയാം, അതൊരു നെഗറ്റീവ് ഗ്രോത്ത് ആണെന്ന് പറയാം. ഓക്കെ, ഇനി economic growth is a widely used term in economics which is useful in not only national level economic analysis and policy making but also highly useful in the study of comparative economics. Okay, അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരുപാട് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. അത് എന്താണ്, ആ ഒരു നേഷനിലുള്ള എക്കണോമിക് അനാലിസിസിനോ പോളിസി മേക്കിങ്ങിനോ മാത്രം വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്, പക്ഷേ എന്തിനും യൂസ് ചെയ്യാം, പല പല എക്കണോമികളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ എക്കണോമിയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ പോളിസി ഈ ഒരു എക്കണോമിക്സ് അനുസരിച്ച് ഇന്ത്യൻ എക്കണോമിയുടെ എക്കണോമിക് ഗ്രോത്ത് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഓരോ എക്കണോമിക് അനാലിസിസ് നടത്തുന്നു, പോളിസി മേക്കിംഗ് നടക്കുന്നു. ഓക്കെ, പക്ഷേ നമ്മുടെ ഈ ഇന്ത്യയിലെ എക്കണോമിക് ഗ്രോത്ത് വെച്ച് അത് മാത്രമല്ല ഉപയോഗം. എന്താണ്, മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള മറ്റുള്ള എക്കണോമീസുമായിട്ടുള്ള ആ ഒരു ഗ്രോത്ത് റേറ്റിനെ കമ്പയർ ചെയ്യാനും നമുക്ക് എവിടെ സാധിക്കുന്നുണ്ട്, ഈ ഒരു എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ടേം വെച്ച് സാധിക്കുന്നുണ്ട്. ഓക്കെ, international level of financial and commercial institution go for policy making and future financial planning on the basis of the growth rate data available for the economics of the world. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്കണോമിക് ഗ്രോത്തിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഈസി അല്ലേ? കേട്ടപ്പം വളരെ എളുപ്പമായിട്ട് തോന്നിയില്ലേ? വളരെ എളുപ്പമാണ്. നിങ്ങൾ രണ്ടു വട്ടം ഒന്ന് വായിച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. കറക്റ്റായിട്ട് ഈ ടേമുകളെല്ലാം മനസ്സിലാക്കി വെക്കുക. ചിലപ്പം കൺഫ്യൂസ്ഡ് ആയിട്ട് ചിലപ്പോൾ ഡെവലപ്മെൻറ്റിൽ കയറ്റി ഈ ഒരു സെൻറ്റൻസുകൾ വരും. സോ നിങ്ങളത് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് കറക്റ്റായിട്ട് വായിക്കുക. അതുകൊണ്ടാണ് ഞാൻ നോട്ട്സിലോട്ടാക്കാതെ കറക്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് നേരെ എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്കാണ്. ഓക്കെ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് നമ്മളുടെ ബുക്കിൻ്റെ പേജസ് കണ്ടോ, 800 പേജസ് ഉണ്ട്. അവിടെ നമ്മൾ 60ാമത്തെ പേജ് വരെ ആയി, ഇനി കുറച്ചും കൂടെ പോയാൽ മതി അല്ലേ. അപ്പം എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് പോവാം. For a comparatively longer period of time after the birth of economics remain focused on the aspect of expanding the quality of production. ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ശാഖ വന്നതിന് ശേഷം ഈ എക്കണോമിസ്റ്റുകൾ കൂടുതലും ഫോക്കസ് ചെയ്ത് എന്തിലായിരുന്നു, പ്രൊഡക്ഷൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക, അളവ് കൂട്ടുക, എന്നിട്ട് എന്ത് ചെയ്യുക, എക്കണോമിയുടെ ഇൻകം, അതായത് നമ്മളുടെ രാജ്യത്തിൻ്റെ എക്കണോമിയുടെ ഇൻകം കൂട്ടുക എന്നതിലായിരുന്നു അവരുടെ കൂടുതൽ ഫോക്കസും. The main issue economists discussed was how to increase the quantity of production. ഏറ്റവും വലിയ അവർ ഡിസ്കസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്ഷൻ്റെ ക്വാണ്ടിറ്റി അളവ് കൂട്ടുന്നത്, അതുപോലെ നേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഇൻകം കൂട്ടുന്നത് എന്നായിരുന്നു അവരുടെ ആ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് വൺസ് ആൻ എക്കണോമി ഈസ് ഏബിൾ ടു ഇൻക്രീസ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ഇറ്റ്സ് ഇൻകം വിൽ ഓൾസോ ഇൻക്രീസ്. അപ്പം എന്താണ് ആ ഒരു ബിലീഫ് ഉണ്ടായിരുന്നു, അതായത് എപ്പോഴാണോ പ്രൊഡക്ഷൻ കൂട്ടുന്നത്, പ്രൊഡക്ഷൻ്റെ അളവ് കൂട്ടുന്നത്, അവിടെ എന്തുണ്ടാവും, എക്കണോമിയിലെ ഇൻകവും ഇൻക്രീസ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് ആൻഡ് ദർ വിൽ ബി ആൻ ഓട്ടോമാറ്റിക് ബെറ്റർമെൻറ്റ്. അങ്ങനെ ഒരു എക്കണോമിക് ഇൻകം കൂടുമ്പോഴത്തേക്കും അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ എന്തായിരിക്കും, ഒരു ബെറ്റർമെൻറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി കൂടുതൽ ഇൻക്രീസ് ചെയ്യും എന്നുള്ളൊരു ബിലീഫ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ ദർ വാസ് നോ കോൺഷ്യസ് ഡിസ്കഷൻ ഓവർ ദ ഇഷ്യൂ ഓഫ് ക്വാളിറ്റി എക്സ്പാൻഷൻ ഓഫ് ദ ലൈഫ്സ് ഓഫ് ദ പീപ്പിൾ. അവർ കൂടുതലും എന്തായിരുന്നു, പണ്ടുള്ള എക്കണോമിസ്റ്റുകൾ കൂടുതലും ഈ ഒരു കാര്യങ്ങളിലായിരുന്നു, അതായത് പ്രൊഡക്ഷൻ കൂട്ടുക, രാജ്യത്തിൻ്റെ വരുമാനം കൂട്ടുക, അതിലായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷേ ആൾക്കാരുടെ ജീവിതം, അതായത് അവരുടെ ആ ഒരു ജീവിതത്തെ, അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി കൂട്ടുക എന്നതിൽ അവരൊരു ഫോക്കസും അല്ലെങ്കിൽ ഒരു ഡിസ്കഷനും അവിടെ നടത്തിയിരുന്നില്ല. ഓക്കെ,
There was no conscious discussion over the issue of quality expansion of life of the people. Okay. Economic growth was considered as a cause and effect for the betterment of the lives of the people. എക്കണോമിക് ഗ്രോത്തിനെയാണ് അവിടെ ആ ഒരു ആൾക്കാരുടെ ജീവിതത്തിനെ ബെറ്റർ ആക്കാനുള്ള കാരണവും അതിൻ്റെ എഫക്റ്റും ആയിട്ടൊക്കെ കൺസിഡർ ചെയ്തിരുന്നത്. അങ്ങനെ 1950 വരെ എന്താണ് ഈ എക്കണോമിക് ഗ്രോത്തിനെയും എക്കണോമിക് ഡെവലപ്മെൻറ്റിനെയും തമ്മിൽ എന്താണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ, വേർതിരിക്കാൻ അവിടുത്തെ ആർക്കും സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ദേ ന്യൂ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടേം. ഡിഫറൻസ് അറിയാമെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരെ തമ്മിൽ ഈ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ, എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ മനസ്സിലായല്ലോ. ഇനി അങ്ങനെ it was during the 1960s and in the later decades that economics came across many countries. 1960 ശേഷം എന്താണ് ഒരുപാട് എക്കണോമിക്സ് പല രാജ്യങ്ങളിൽ നിന്ന്, അതായത് അവിടെ ഗ്രോത്ത് കൂടുതലാണ് എന്നാൽ ക്വാളിറ്റി കുറവ്, ലൈഫിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ ആ ഒരു രാജ്യങ്ങളിൽ നിന്നൊക്കെ എന്തു വരുന്നു, എക്കണോമിസ്റ്റുകൾ വരുന്നു. ഓക്കെ, ദ ടൈം ഹാഡ് കം ടു, ആ ഒരു സമയത്താണ് ഡെവലപ്മെൻറ്റിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് എക്കണോമിക് ഗ്രോത്തിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇതുവരെ എന്തായിരുന്നു, അവർ ആ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി അങ്ങനെ എന്താ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൂടിയ സ്ഥലത്ത് നിന്നും അവിടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറഞ്ഞ ആ ഒരു വാല്യൂ ഉള്ള ആ ഒരു രാജ്യത്ത് നിന്നും കുറേ എക്കണോമിസ്റ്റുകൾ വരുമ്പം ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ എക്കണോമിക് ഗ്രോത്തിൽ നിന്നും വേർതിരിച്ച് ഡിഫൈൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഓക്കെ, for economists, development indicates the quality of life in the economy. എക്കണോമിസ്റ്റുകളെ അപേക്ഷിച്ച് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു എക്കണോമിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വിച്ച് മൈറ്റ് ബി സീൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ അവൈലബിലിറ്റി ഓഫ് മെനി വേരിയബിൾ. അങ്ങനെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാകണമെങ്കിൽ അവിടെ കുറേ കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്? അവിടെ ന്യൂട്രീഷൻ, അതായത് ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആവശ്യമായിട്ടുണ്ട്, ആദ്യത്തെ പോയിന്റ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൂടുകയും വേണം, അവർക്ക് അത് ലഭിക്കുകയും വേണം അല്ലേ, അവർക്ക് അതിൻ്റെ റീച്ച് ഉണ്ടാകണം. അതായത് ഹോസ്പിറ്റൽസ്, മെഡിസിൻസ്, സേഫ് ഡ്രിങ്കിങ് വാട്ടർ, വാക്സിനേഷൻ, സാനിറ്റേഷൻ, ഇതെല്ലാം അവർക്ക് ലഭിക്കണം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലഭിക്കണം. അതുപോലെ എന്താണ്, ഒരുപാട് ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. അതെല്ലാം അവർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു എക്കണോമിയിലുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, here one basic thing must be kept in mind that if the masses are to be guaranteed with a basic minimum level of quality enhancing input. Okay, ഇപ്പം അത്രയും ആൾക്കാർക്ക് നമുക്കൊരു ക്വാളിറ്റി കൊടുക്കുന്ന, ആ ലൈഫ് ക്വാളിറ്റി കൊടുക്കുന്ന സാധനങ്ങൾ, ഇപ്പം നമ്മൾ പറഞ്ഞ വേരിയബിൾസ് ഒക്കെ അവർക്ക് ലഭിക്കണമെങ്കിൽ അവർക്ക് എന്തുണ്ടാകണം, ഒരു മിനിമം ലെവൽ ഓഫ് ഇൻകം ഉണ്ടാകണം. ഓക്കെ, നമ്മളൊരു മിനിമം ലെവൽ ഓഫ് ഇൻകം അവർക്ക് ഗ്യാരണ്ടി ചെയ്യണം. ഇൻകം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്, പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിൽ നിന്നാണ് ഇൻകം ലഭിക്കുന്നത് അല്ലേ. അതായത് ഇറ്റ് മീൻസ് ദാറ്റ് ബിഫോർ അഷ്വറിങ് ഡെവലപ്മെൻറ്റ്, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് അവിടെ എന്തുണ്ടാകണം, ഗ്രോത്ത് ഉണ്ടാകണം. ഓക്കെ, ദാറ്റ് മീൻസ് ദാറ്റ് ബിഫോർ അഷ്വറിങ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് അവിടെ എന്തുണ്ടാകണം, അവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകണം. അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ബ്രിങ്സ് ഇൻ ഹയർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ എന്തുണ്ടാകും, ഹൈ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, എ കൺഫ്യൂഷൻ ദാറ്റ് ഏർലി എക്കണോമിക്സ് ഫെയിൽ ടു ക്ലാരിഫൈ. അപ്പോൾ അവർക്ക് എന്താ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതായത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടെന്നും പറഞ്ഞ് അവിടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമോ എന്നതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ഓക്കെ, വി മേ സൈറ്റ് ആൻ എക്സാമ്പിൾ ഹിയർ ടു അണ്ടർസ്റ്റാൻഡ് ദ കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായി കാണും, അത് മാറ്റാനായിട്ട് നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറയാം, ശ്രദ്ധിക്കാം. ഇപ്പം 2 ഫാമിലീസ് ഉണ്ട്. ഓക്കെ, 2 ഫാമിലീസിനും സെയിം ഇൻകം ആണ് ലഭിക്കുന്നത്. ഇപ്പോൾ 2 ഫാമിലി നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒരു ഫാമിലിക്ക് 1000 രൂപ തന്നെ ലഭിക്കുന്നു, രണ്ടാമത്തെ ഫാമിലിക്കും 1000 രൂപ തന്നെ ലഭിക്കുന്നു. അവർ പക്ഷേ സ്പെൻഡ് ചെയ്യുന്നത്, അതായത് ദ സ്പെൻഡിങ് ഡിഫറിങ് എമൗണ്ട് ഓഫ് മണി ഓൺ ഡെവലപ്മെൻറ്റ് ആസ്പെക്ട്. അവർ ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റിൽ സ്പെൻഡ് ചെയ്യുന്ന മണി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പം ആദ്യത്തെ എ എന്ന് പറയുന്ന വീട്ടിലെ ആൾക്കാർ 1000 രൂപ ഉണ്ടെങ്കിൽ അതിൽ അവരുടെ ഹെൽത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നെങ്കിൽ അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവർക്ക് അവരുടെ മനസ്സിൽ സേവിങ്സ് എന്ന് പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, എഡ്യൂക്കേഷനും അവർ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അവർക്ക് കിട്ടുന്ന പൈസ എല്ലാം അവരെന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, അവിടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടായോ,
അത് പറയാം. അതിനു മുമ്പ് രണ്ടാമത്തെ വീട്ടിലേക്ക് പോവാം. രണ്ടാമത്തെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവർക്കും 1000 രൂപ ലഭിക്കുന്നു. ഓക്കെ, 1000 രൂപ ലഭിക്കുമ്പോഴത്തേക്കും അവർ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ ഹെൽത്തിനും അവരുടെ എഡ്യൂക്കേഷനുമാണ്. അവർ സേവിങ്സിന് വലിയ റോളൊന്നും അവരുടെ ലൈഫിൽ കൊടുക്കുന്നില്ല. അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടായോ? ഈ രണ്ട് വീടുകളിൽ എവിടെയാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടായത്? അതായത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായപ്പം എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടായത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എവിടെയാണ്? രണ്ടാമത്തെ വീട്ടിലാണ് അല്ലേ. ആദ്യത്തെ വീട്ടിൽ അവർ ഡെവലപ്മെൻറ്റിൻ്റെ ആസ്പെക്റ്റിൽ അവർ ഒന്നും മണി സ്പെൻഡ് ചെയ്യുന്നില്ല. അവരെല്ലാം എന്ത് ചെയ്യുകയാണ്? സേവ് ചെയ്യുകയാണ്. അവിടെ ഉണ്ടാകുന്നില്ല? ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. അവരുടെ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷേ നമ്മളുടെ രണ്ടാമത്തെ വീടിൻ്റെ കേസിൽ അവരെന്ത് ചെയ്യുന്നു? എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റിൽ അവരുടെ ആ ലൈഫ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ പൈസയും സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യുന്നു? അവർ സേവിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നു. അപ്പം അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. ഹിയർ ദ ലാറ്റർ ഇസ് നെസസറി വിൽ ഹാവ് ദ ഹയർ ഡെവലപ്മെൻറ്റ്. ഈ രണ്ടാമത് പറഞ്ഞവർക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? ഹയർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് മറ്റവരെക്കാളും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്രോത്തിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയും കേസിൽ പല ഡിഫറെൻറ്റ് കേസസ് വരുന്നുണ്ട്. ചിലയിടത്താണെങ്കിൽ ദാണ്ട് നോക്കൂ, ഹയർ ഗ്രോത്ത് കൂടുതലായിരിക്കും, ഹയർ ഡെവലപ്മെൻറ്റും ഉണ്ടാവും. ചിലയിടത്താണെങ്കിൽ ഗ്രോത്ത് കൂടുതലായിരിക്കും, പക്ഷെ എന്തായിരിക്കും? ലോവർ ഡെവലപ്മെൻ്റ് ആണ് ഉണ്ടാകുന്നത്. നമ്മളുടെ വീട് പറഞ്ഞ പോലെ. ഓക്കെ, ചിലയിടത്ത് എന്തായിരിക്കും? ഗ്രോത്ത് കുറവായിരിക്കും, പക്ഷെ അവർ കൂടുതൽ എന്ത് ചെയ്യും? ഹയർ ഡെവലപ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ദ എബവ് ഗിവൺ കോമ്പിനേഷൻ തോ കമ്പാരിറ്റീവ് ഇൻ നേച്ചർ മേക്ക് വൺ തിങ് ക്ലിയർ ദാറ്റ് ജസ്റ്റ് ആസ് ഫോർ ഹയർ ഇൻകം ആൻഡ് ഗ്രോത്ത് വി നീഡ് കോൺഷ്യസ് എഫേർട്ട്. സെയിം ഈസ് ട്രൂ അബൌട്ട് ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹയർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഈ ഒരു കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? കമ്പാരിറ്റീവ് ആണ് അല്ലേ. കമ്പാരിറ്റീവ് ഇൻ നേച്ചർ, നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. മേക്ക് വൺ തിങ് ക്ലിയർ ദാറ്റ് ജസ്റ്റ് ആസ് ഫോർ ഹയർ ഇൻകം ഉണ്ടെന്നും പറഞ്ഞ് ഗ്രോത്ത് ഉണ്ടാകും. വി നീഡ് കോൺഷ്യസ് എഫക്റ്റ്. അവിടെ ഹയർ ഇൻകവും ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ അവിടെ എന്താ ഉണ്ടാകണം? ഒരു കോൺഷ്യസ് എഫേർട്ട് ഉണ്ടാകണം. ആ സെയിം കേസ് തന്നെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെങ്കിലും ഹയർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെങ്കിലും. ഓക്കെ, ഒരു കോൺഷ്യസ് പബ്ലിക് പോളിസി ഇല്ലാതെ ഡെവലപ്മെൻറ്റ് ഹാസ് നോട്ട് ബീൻ പോസിബിൾ എനിവെയർ ഇൻ ദ വേൾഡ്. ഒരു പബ്ലിക് പോളിസി ഇല്ലാതെ വേൾഡിൽ ഒരു ഭാഗത്തും എന്ത് പോസിബിൾ അല്ല? ഒരു ഡെവലപ്മെൻറ്റ് പോസിബിൾ അല്ല. അതുപോലെ തന്നെയാണ് വി ക്യാൻ സേ ദാറ്റ് വിത്തൗട്ട് ഗ്രോത്ത് ദെയർ കൻ നോട്ട് ബി ഡെവലപ്മെൻറ്റ് എയ്തർ. അവിടെ ഒരു എക്കണോമിക് ഗ്രോത്ത് ഇല്ലാതെ അവിടെ എന്തുണ്ടാകത്തില്ല? ഡെവലപ്മെൻറ്റ് ഒരിക്കലും ഉണ്ടാകത്തില്ല. അത് കറക്റ്റ് ഫാക്റ്റാണ്. The first such instance of growth without development with the economic so was in the Gulf countries. അത്തരത്തിലുള്ള, അതായത് ഇൻസ്റ്റൻസ് ഓഫ് ഗ്രോത്ത് വിത്തൗട്ട് ഡെവലപ്മെൻറ്റ്. ഗ്രോത്ത് ഉണ്ടായി, നല്ല ഗ്രോത്ത് ഉണ്ടായി, പക്ഷെ അവിടെ എന്തുണ്ടായില്ല? ഡെവലപ്മെൻറ്റ് ഉണ്ടായില്ല. ആ ഒരു കേസ് എക്കണോമിസ്റ്റുകൾ കണ്ടത് ഗൾഫ് കൺട്രീസിലായിരുന്നു. ഓക്കെ, ഈ എക്കണോമീസ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ഹയർ ലെവൽ ഓഫ് ഇൻകം. ദേ ഹാഡ് ഫാർ ഹയർ ലെവൽ ഓഫ് ഇൻകം ആൻഡ് ഗ്രോത്ത്. അവർക്ക് എന്തുണ്ടായിരുന്നു? നല്ല ഇൻകവും ഉണ്ടായിരുന്നു, ഗ്രോത്തും ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അവിടെയാണ് പുതിയ ഒരു ബ്രാഞ്ച്, നമ്മുടെ എക്കണോമിക്സിൽ പുതിയ ഒരു ബ്രാഞ്ച് വരുന്നത്. ആ ബ്രാഞ്ച് എന്താണ്? ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് വരുന്നത്. ഓക്കെ, after the arrival of World Bank and International Monetary Fund (IMF), conscious economic policies were framed and prescribed for the growth and development of less developed countries. Okay, അപ്പം വേൾഡ് ബാങ്കും പോളിസി മേക്കിംഗ് നമ്മൾ പറഞ്ഞല്ലോ, ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ് പുതിയൊരു ശാഖ വന്നെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് വരുന്നു? വേൾഡ് ബാങ്കും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടൊക്കെ വരുന്നു. അവരെന്ത് ചെയ്യുന്നു? ഈ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഉണ്ടല്ലോ, ആ ഒരു എക്കണോമീസിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ഒരു പ്ലാൻ ഫ്രെയിം വർക്ക് ചെയ്ത് കൊടുക്കുന്നു. എക്കണോമിക് പോളിസീസ് അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു ഡെവലപ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പോളിസീസ് അവരെന്ത് ചെയ്ത് കൊടുക്കുന്നു? അവർ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നു. We can say that the economic development is quantitative as well as qualitative process in an economy. നമ്മൾ പറഞ്ഞു എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാളിറ്റേറ്റീവ് പ്രോസസ്സ് ആണ്. എന്നാൽ എക്കണോമിക് ഗ്രോത്ത് എന്താണ്? വെറും ക്വാണ്ടിറ്റേറ്റീവ് പ്രോസസ്സ് മാത്രമാണ്. ഓക്കെ, അതായത് ഇവിടെ ഡെവലപ്മെൻറ്റിൻ്റെ കേസ് വരുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ക്വാളിറ്റേറ്റീവ് ആണ്. ഓക്കെ, ഇറ്റ് മീൻസ് വെൻ വി യൂസ് ദ ടേം ഗ്രോത്ത് വി മീൻ ക്വാണ്ടിറ്റേറ്റീവ് പ്രോസസ്. ഓക്കെ,
ഗ്രോത്ത് യൂസ് ചെയ്യുമ്പം ക്വാണ്ടിറ്റേറ്റീവ് പ്രോസസ്സാണ്. പക്ഷേ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുമ്പം അവിടെ ക്വാണ്ടിറ്റേറ്റീവും ആണ് ക്വാളിറ്റേറ്റീവും ആണ്. ഇപ്പോൾ ഒരു എക്കണോമി എന്ന് പറയുന്നത് ഇഫ് എക്കണോമിക് ഗ്രോത്ത് ഈസ് സ്യൂട്ടബിളി യൂസ്ഡ് ഫോർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്കണോമിക് ഗ്രോത്തും അതിനോടൊപ്പം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് കംസ് ബാക്ക് ടു ആക്സിലറേറ്റ് ദ ഗ്രോത്ത് ആൻഡ് അൾട്ടിമേറ്റ്ലി ഗ്രേറ്റർ ആൻഡ് ഗ്രേറ്റർ പോപ്പുലേഷൻ ബ്രോട്ട് അണ്ടർ ദ അരീന ഓഫ് ഡെവലപ്മെൻറ്റ്. അവിടെ എന്തുണ്ടാവും, ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെന്ന് പറയുമ്പോഴത്തേക്കും അത് കറക്റ്റ് കറങ്ങി എവിടെ വരുന്നു, എക്കണോമിക് ഗ്രോത്തിലെത്തുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെയുള്ള പോപ്പുലേഷൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് ഫുൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് സിമിലർലി ഹൈ ഗ്രോത്ത് വിത്ത് ലോ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൽ കെയർഡ് ഡെവലപ്മെൻറ്റ് ഫൈനലി റിസൾട്ട് ഇൻ എന്താണ്, ഫോൾ ഇൻ ഗ്രോത്ത്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, അവിടെ ഒരു സ്ഥലത്ത് ഭയങ്കര ഗ്രോത്ത് ഉണ്ട്, പക്ഷെ അവിടുത്തെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ ശോഷിച്ച ഒരു ഡെവലപ്മെൻ്റ് ആണ് ഉള്ളതെങ്കിൽ അവസാനം ആ ഗ്രോത്ത് കൂടി നിന്നത് എന്താ ചെയ്യും, അങ്ങ് താഴെ വീഴും അല്ലേ, ഫോൾ ഇൻ ഗ്രോത്ത്. അവിടെ എന്താണ്ടാവും, ഗ്രോത്ത് അങ്ങ് കുറഞ്ഞ് ഗ്രോത്ത് തീരും. ഓക്കെ, ഗ്രോത്ത് ഇല്ലാതാവും. അങ്ങനെ thus there is a circular relationship between growth and development. അപ്പോൾ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിച്ചല്ലോ, അത് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിൽ എന്താണ്, ഒരു സർക്കുലർ റിലേഷൻഷിപ്പാണ്. അതായത് ദിസ് സർക്കുലർ റിലേഷൻഷിപ്പ് ബ്രോക്ക് ഡൗൺ വെൻ ദ ഗ്രേറ്റ് ഡിപ്രഷൻ. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് സാധാരണ ജീവിച്ചു പോകുന്ന സമയത്തുള്ള കാര്യങ്ങളാണ്. ഇനി എന്തെങ്കിലും ഒരു അടിയന്തരാവസ്ഥ വരുമ്പോഴത്തേക്കും ഈ ഗ്രോത്തും ഡെവലപ്മെൻറ്റും എല്ലാം അങ്ങ് ബ്രേക്ക് ഡൗൺ ആവും അല്ലേ. അതായത് ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഒരു അടിയന്തരാവസ്ഥ കാലത്ത് നമുക്ക് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ഗ്രോത്ത് ഒരുപാട് ഉണ്ടാവുമോ, ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് ആ സർക്കുലർ റിലേഷൻഷിപ്പ്, അവർ തമ്മിൽ ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു സർക്കുലർ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ആവും. ഓക്കെ, വൺസ് ദ കൺസെപ്റ്റ് ഓഫ് ദ വെൽഫെയർ സ്റ്റേറ്റ് ഗോട്ട് എസ്റ്റാബ്ലിഷ്. വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കാണ് നമ്മുടെ വേൾഡിലുള്ള ഫുൾ ഗവൺമെൻറ്റ്സും എന്ത് ചെയ്തത്, ആ ഒരു കൂടുതൽ കൺസേൺ ഇതിലോട്ട് കൊടുത്തു, ഡെവലപ്മെൻറ്റിലോട്ട് കൊടുത്തു. ഓക്കെ, വൺസ് ദ കൺസെപ്റ്റ് ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ് ഗോട്ട് എസ്റ്റാബ്ലിഷ് ഡെവലപ്മെൻറ്റ് ബിക്കെയിം എ മാറ്റർ ഓഫ് ഹൈ കൺസേൺ ഫോർ ദ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ കൺസേൺ എങ്ങോട്ട് കൊടുക്കുന്നു, ആ ഒരു ഡെവലപ്മെൻറ്റിന് കൊടുക്കുന്നു. ഓക്കെ, പോളിസി മേക്കേഴ്സ് ആൻഡ് എക്കണോമിസ്റ്റ് അലൈക്ക് എ ഹോൾ ന്യൂ ബ്രാഞ്ച് ഓഫ്, അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു പുതിയൊരു ബ്രാഞ്ച് വരുന്നു, വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാഞ്ച് വരുന്നു. അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ആ ഒരു വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആൻഡ് ദ ഇമ്മീഡിയസി ഓഫ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകേണ്ടെന്ന ആ വേഗതയെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൻ്റെ വെൽഫെയറിനെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് വെൽഫെയർ എക്കണോമിക്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യുന്നതെന്ന് നോക്കും. ഓക്കെ, എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ എവിടം വരെ എത്തി നിൽക്കുന്നു, ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അതെല്ലാം മനസ്സിലാക്കി വന്ന് നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് എങ്ങനെയാണ് ഡെവലപ്മെൻറ്റിനെ മെഷർ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ എക്കണോമിസ്റ്റുകൾക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, എന്താ പറയുന്നത്, ഓൾദോ എക്കണോമിക്സ് വെയർ ഏബിൾ ടു ആർട്ടിക്കുലേറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇറ്റ് ടുക്ക് സം മോർ ടൈം വെൻ ദ റൈറ്റ് മെത്തേഡ് ഓഫ് മെഷറിംഗ് ഡെവലപ്മെൻറ്റ് കുഡ് ബി ഡെവലപ്ഡ്. Okay, it was an established fact that the goal of progress goes beyond the mere increase in income. അവിടെ പ്രോഗ്രസ് ഉണ്ടാകണമെങ്കിൽ അവിടെ എന്തുണ്ടാകണം, അവിടെ ഒരു ഇൻകത്തിൻ്റെ ഇൻക്രീസ് ഉണ്ടാകണം അല്ലേ. പ്രോഗ്രസ് ഉണ്ടാകണമെങ്കിൽ അവിടെ ഇൻകം കൂടണം. ഇൻ്റർനാഷണൽ ബോഡീസായ UNOയും IMFും വേൾഡ് ബാങ്കും എല്ലാം, വേൾഡ് ബാങ്കാണ് WBO. ഓക്കെ, അവരെല്ലാം എന്ത് ചെയ്തിരുന്നു, കൺസേൺഡ് അബൌട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കമ്പാരിറ്റീവ്ലി അണ്ടർ ഡെവലപ്ഡ് റീജിയൻസ് ഓഫ് ദ വേൾഡ്. നമ്മുടെ വേൾഡിലെ അണ്ടർ ഡെവലപ്ഡ് റീജിയൻസിലുള്ള ആ ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടായിരുന്നു അവർ കൂടുതലും കൺസേൺഡ് ആയിട്ടുള്ളത്. ഓക്കെ, പക്ഷേ അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടാക്കണമെങ്കിൽ എനി അറ്റംപ്റ്റ് ഇൻ ദിസ് ഡയറക്ഷൻ വാസ് ഓൺലി പോസിബിൾ വൺസ് ദർ വാസ് എ ടൂൾ ടു നോ ദ ആൻഡ് മെഷർ ദ ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അവിടെ എത്രമാത്രം ഡെവലപ്മെൻറ്റ് ഉണ്ടായി, ഇനി എന്തൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം എന്നൊക്കെ അവർക്ക് അറിയണമെങ്കിൽ അവിടെ എന്തുണ്ടാകണം, ആ ഒരു ഡെവലപ്മെൻറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാകണം, ഒരു ടൂൾ ഉണ്ടാകണം അല്ലേ. അവിടെ എന്തെങ്കിലും ഇത്ര അളവിൽ മെഷർമെൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് അറിയണമെങ്കിൽ എന്തു ചെയ്യണം, അവിടെ എന്തെങ്കിലും മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ്
എന്താണ് ഒരു ഡെവലപ്മെൻറ്റ് അളക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുലയോ അല്ലെങ്കിൽ ഒരു മെത്തേഡോ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ ആയിട്ട് അവർക്ക് രണ്ട് പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഫോർമുലയോ അല്ലെങ്കിൽ മെത്തേഡോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫേസ് ചെയ്തിരുന്ന രണ്ട് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ പ്രശ്നം ഇതാണ്. At one level, it was difficult to define as to what constitute development. എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റ് വരുന്നത് എന്ന് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഫാക്ടേഴ്സ് വിച്ച് കുഡ് ഷോ ഡെവലപ്മെൻറ്റ് മൈ ബി എന്തായിരിക്കും, ഒന്നെങ്കിൽ ലെവൽ ഓഫ് ഇൻകംസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ലെവൽ ഓഫ് കൺസപ്ഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് കൺസപ്ഷൻ ഉണ്ടാകാം, ഹെൽത്ത് കെയർ, ന്യൂട്രീഷൻ, സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ലിറ്ററസി, എഡ്യൂക്കേഷൻ, സോഷ്യൽ സെക്യൂരിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ട് ഒരു ഡെവലപ്മെൻറ്റിലെ ഫാക്ടേഴ്സായിട്ട് വരാം. പക്ഷേ it has been a reality difficult to task to achieve consensus among the expert. ഇപ്പം ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ ചേർന്നിട്ടാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതെന്ന് അറിയാമെങ്കിലും ഈ എക്സ്പേർട്ടുകൾ അവർ എന്ത് ചെയ്യണം, അനുമതി കൊടുക്കണം അല്ലേ, ഇങ്ങനെയാണ് ചെയ്യണം എന്ന്. ഈ ഡെവലപ്മെൻറ്റ് ഫാക്ടേഴ്സ് ഉപയോഗിച്ച് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യൂ എന്ന് അവർ പറയണമെങ്കിൽ അവർ ആ ഒരു ഇത് കൊടുക്കണമെങ്കിൽ, കൺസെൻസസ് എഗ്രിമെൻറ്റ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു കൺസെൻസസ് കിട്ടാനായിരുന്നു പാട്. ഓക്കെ, അതായിരുന്നു ആദ്യത്തെ പ്രശ്നം. ഇപ്പോൾ ചിലവർ പോയിട്ട് നമുക്ക് ലെവൽ ഓഫ് ഇൻകം വെച്ചിട്ട് ഇത് ഡെവലപ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്പേർട്ട് അത് സമ്മതിക്കത്തില്ല അല്ലേ. ആ ഒരു രീതിയിൽ ഇറ്റ് ഹാസ് ബീൻ എ റിയൽ ഡിഫിക്കൽട്ട് ടാസ്ക് ടു അച്ചീവ് കൺസെൻസസ് എമംഗ് ദ എക്സ്പേർട്ട് ഓൺ ദിസ് ഡിറ്റർമിനൻസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ആ ഒരു കൺസെൻസസ് കിട്ടാനായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ആദ്യം അവർ നേരിടേണ്ടി വന്ന പ്രശ്നം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പം, it looked highly difficult to quantify a concept as development constitute quantitative as well as qualitative. നമ്മൾ പറഞ്ഞു ഡെവലപ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റും വരുന്നുണ്ട്, ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റും വരുന്നുണ്ട്. നമുക്കിപ്പം ജസ്റ്റ് കമ്പയർ ചെയ്യാൻ, അതായത് ആ ബ്യൂട്ടിയേക്കാളും ഈ ഒരു ഭംഗി ഇതിനേക്കാളാണ് ഇതിനെ ഭംഗി എന്ന് പറയാം, അതുപോലെ അതിനേക്കാളും ടേസ്റ്റ് ഇതിനാണ് എന്ന് പറഞ്ഞ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ അത് എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അതിൻ്റെ ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ടെന്ന് മെഷർ ചെയ്യാനുള്ള ആ ഒരു ടൂൾ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു മെഷറിംഗ് സ്കെയിൽ ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഓക്കെ, അതായിരുന്നു രണ്ട് പ്രശ്നങ്ങൾ ഇവർ എന്ത് ചെയ്തത്, ആ ഒരു ഡെവലപ്മെൻറ്റ് മെഷർമെൻറ്റിൻ്റെ കേസിൽ അവർ നേരിട്ട രണ്ട് പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ എങ്ങോട്ട് വരുന്നു, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലേക്ക് വരുന്നു. ഓക്കെ, അപ്പം ആ ഒരു ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാനായിട്ട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു ബുദ്ധിമുട്ടുകളെ എല്ലാം സോൾവ് ചെയ്തുകൊണ്ട് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതായത് UNDPയും അതുപോലെ നമ്മളുടെ പബ്ലിഷ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തെന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. 1990 ആദ്യമായിട്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് HDR പബ്ലിഷ് ചെയ്യുന്നത്. ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? UNDP, യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണ്. അങ്ങനെ ആ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഹാഡ് എ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഓക്കെ, ആ റിപ്പോർട്ടിനകത്ത് എന്തുണ്ട്, ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉണ്ട്, വിച്ച് വാസ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ഡിഫൈൻ ദ മെഷർ അറ്റ് ദ ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എക്കണോമീസ്. അതായിരുന്നു ആദ്യമായിട്ട് ഒരു എക്കണോമിയുടെ ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാൻ ഉപയോഗിച്ച ആദ്യത്തെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആയിരുന്നു. ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത് തയ്യാറാക്കിയത് കുറേ സ്കോളേഴ്സും അതുപോലെ പ്രാക്ടീഷണേഴ്സും ഡെവലപ്മെൻറ്റ് പ്രാക്ടീഷണേഴ്സും ഈ HDRലുള്ള മെമ്പേഴ്സും UNDPയും എല്ലാം ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്, ആ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ ഒരു ടീമിനെ നയിച്ചത് ആരാണ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടീമിനെ നയിച്ചത് വിച്ച് ഡെവലപ്പ് ദ HDI വാസ് ലെഡ് ബൈ മെഹബൂബ് ഉൽ ഹക്കും ഇംഗെ കൗളാണ്. ഓക്കെ, ഈ മെഹബൂബ് ഉൽ ഹക്ക് എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാനി എക്കണോമിസ്റ്റ് ആണ്. ഓക്കെ, അപ്പം മെഹബൂബ് ഉൽ ഹക്കും ഇംഗെ കൗളും ചേർന്നിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, HDI എന്ന് പറയുന്ന ആ ഒരു റിപ്പോർട്ട്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്ന ആ ഒരു ടീമിനെ നയിച്ചത്. ദ ടേം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസ് എ കോറലറി ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഇൻഡെക്സ്. ഡെവലപ്മെൻറ്റിൻ്റെ ഒരു അനന്തരഫലമാണ് ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ,
രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ. The HDR measures development by combining 3 indicators. HDR എന്ത് ചെയ്തു? ആ ഒരു ഇനി HDR എങ്ങനെയാണ് മെഷർ ചെയ്തതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു HDR മെഷർ ചെയ്യുന്നത് 3 ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. എന്തൊക്കെയാണ്? ഹെൽത്തും എഡ്യൂക്കേഷനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും. അതിനെല്ലാം എന്ത് ചെയ്യുന്നു? കൺവേർട്ടഡ് ഇൻറ്റു എ കോമ്പോസിറ്റ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഈ 3 ഫാക്ടേഴ്സാണ് HDI, അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. The creation of a single statistics in HDI was a real breakthrough which was to serve as a frame for reference for both social and economic development. ഇപ്പം HDI എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അല്ലേ. മൊത്തത്തിൽ ഇത്രയും കാര്യങ്ങൾ, അതായത് എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതുപോലെ തന്നെ ഹെൽത്ത് നോക്കിക്കൊണ്ട് അതിൻ്റെ വാല്യൂസ് എല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉണ്ടാക്കുന്നു. ആ സെയിം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അതായത് സാമൂഹികപരമായ പുരോഗതിക്കും അതുപോലെ തന്നെ എന്താണ് സാമ്പത്തികപരമായ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ സ്റ്റാറ്റിക്സ് ആയിരിക്കും. ഓക്കെ. ദ HDI സെറ്റ്സ് എ മിനിമം ആൻഡ് എ മാക്സിമം ഫോർ ഈച്ച് ഡയമെൻഷൻ. ഓക്കെ. ഈ ഓരോ ഡയമെൻഷൻസിനും HDI എന്ത് ചെയ്തിട്ടുണ്ട്? കറക്റ്റ് ഒരു വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിമം വാല്യൂയും കൊടുത്തിട്ടുണ്ട്, ഒരു മാക്സിമം വാല്യൂയും കൊടുത്തിട്ടുണ്ട്. ഏതിനൊക്കെയാ? ഈ എഡ്യൂക്കേഷനും ഒരു വാല്യൂ ഉണ്ട്, ഹെൽത്തിന് ഒരു വാല്യൂ ഉണ്ട്, അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനും. അതിന് 3നും ഒരു മിനിമം വാല്യൂയും കൊടുത്തിട്ടുണ്ട്, ഒരു മാക്സിമം വാല്യൂയും കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗോൾ പോസ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആൻഡ് ദെൻ ഷോസ് വെയർ ഈച്ച് കൺട്രി സ്റ്റാൻഡ്സ് ഇൻ റിലേഷൻ. അപ്പം ആ ഒരു ഗോൾ പോസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം അതിനെ അവർ കാൽക്കുലേറ്റ് ചെയ്ത് കുറേ കാൽക്കുലേഷൻസ് മീനൊക്കെ കണ്ടുപിടിച്ച് അതെന്ത് ചെയ്യുന്നു? ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ വാല്യൂസിലോട്ട്, അത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഏത് വാല്യൂസിലാണ് മെഷർ ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് അതെന്ത് ചെയ്യുന്നു? ആ ഒരു കറക്റ്റ് ഒരു വാല്യൂയിലോട്ട് മാറ്റുന്നു. ഓക്കെ. അങ്ങനെ ആ വാല്യൂ മാറ്റിയതിന് ശേഷം ഓരോ രാജ്യങ്ങളുടെയും ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ വാല്യൂസ് അനുസരിച്ച് ഓരോ രാജ്യങ്ങളെയും ഓരോ റാങ്ക് കൊടുത്ത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ റാങ്ക് കൊടുത്ത് നിർത്തുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒരു രാജ്യത്തെ വികസിതം, വികസ്വരം, അവികസിതം എന്നിങ്ങനെ തരംതിരിക്കുന്ന അളവുകോൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണെന്ന് പറയണം? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്. ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രി എന്നും ഡെവലപ്പിംഗ് കൺട്രി എന്നും ഡെവലപ്ഡ് കൺട്രി എന്ന് ഓരോ കൺട്രീസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഏത് ഫാക്ടർ ഉപയോഗിച്ചിട്ടാണ്? ഈ HDI ഫാക്ടർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ. നമ്മൾ പറഞ്ഞു HDI തയ്യാറാക്കിയത് ആരാണ്? പാകിസ്ഥാനിലെ മെഹബൂബ് ഉൾ ഹക്ക് ആണെന്ന് പറഞ്ഞു. ഓക്കെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ PSCയിൽ ACRTയിൽ അമർത്യ സെൻ, ഇന്ത്യയിലെ അമർത്യ സെന്നും കൂടെ ചേർന്നിട്ടാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ട്. സോ ഇത് രണ്ടും ഓർത്തിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ 2019 ഈ ഒരു HDI ആ ഒരു ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണെന്നറിയാമോ? ഇന്ത്യയുടെ സ്ഥാനം 129ാമത്തെ സ്ഥാനമാണ്. ഓക്കെ. 129. 2019 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 129ാമത്തെ സ്ഥാനത്തിലാണ്. ഒന്നാം സ്ഥാനം ഏത് രാജ്യമാണ്? നോർവേ ആണ് കേട്ടോ. നോർവേ ആണ്. അപ്പോൾ 2010 ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 130ാമത്തെ സ്ഥാനമായിരുന്നു. അതിൽ ഒരു സ്ഥാനം കുറഞ്ഞിട്ട് ഏത് സ്ഥാനത്തിലോട്ട് എത്തിയിട്ടുണ്ട്? 129ാമത്തെ സ്ഥാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് താണ്ടേ ഈ ഒരു പാരഗ്രാഫിൻ്റെ തൊട്ട് മുമ്പത്തുള്ള സെൻറ്റൻസ് നോക്കാം. ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യുന്ന, ഈ ഗോൾ പോസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്ന ഏത് വാല്യൂസിലായിരിക്കും? വാല്യൂസ് ബിറ്റ്വീൻ 0 and 1. ഓക്കെ. അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് സെറ്റ് ചെയ്യുന്നത് സ്കെയിൽ ഓഫ് 1ൽ നിന്ന്, മാക്സിമം വാല്യൂ എന്തായിരിക്കും? 1ൽ നിന്നാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. ഓക്കെ. 3 ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു. 3 ഇൻഡിക്കേറ്റേഴ്സിനും ഓരോ വാല്യൂസ് ഉണ്ട്. അതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യമേ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 2010 മുതൽ എഡ്യൂക്കേഷൻ്റെ ആ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ അത് എഡ്യൂക്കേഷൻ കമ്പോണൻറ്റ് മെഷർ ചെയ്യുന്നത് 2 ഫാക്ടേഴ്സ്, അതായത് 2 ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അതാണ് ഇവിടെ ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ആദ്യത്തെ ഇൻഡിക്കേറ്റർ ഇതാണ്, മീൻ ഓഫ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. ഓക്കെ.
എത്ര വർഷം ആ ഒരു സ്കൂൾ പ്രവേശന ആ ഒരു കാലയളവ്, അതാണ് മീൻ ഓഫ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് എന്ന് പറയുന്നത് ഫോർ അഡൾട്ട് ഏജ് 25 ഇയേഴ്സ്. എത്ര വർഷം ആ സ്കൂളിൽ പോയിട്ടുണ്ട്. ഇത് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലായിരിക്കും? അവിടെ സെൻസസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ, എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ് എത്രമാത്രം എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടുണ്ടെന്നതിൻ്റെ സെൻസസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു റിപ്പോർട്ട് നോക്കിയും അതുപോലെ തന്നെ യുനെസ്കോയുടെ സർവേ നോക്കിയും അതുപോലെ ബാരോ ആൻഡ് ലീ മെത്തഡോളജി ഒക്കെ വെച്ചിട്ടായിരിക്കും ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതായത് മീൻ ഓഫ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നത് എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. എത്ര വർഷം ഒരു കുട്ടി എൻട്രിങ് ഏജ്, അതായത് സ്കൂൾ എൻട്രിങ് ഏജ് മുതൽ എത്ര വർഷം എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, എത്ര വർഷം അത് പൂർത്തിയാക്കണം എന്നുള്ള ആ ഒരു കാലയളവ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ആ ഒരു ഇൻഡെക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? ഓൾമോസ്റ്റ് ഒരു 18 വർഷമാണ് ഫുള്ളി ക്യാപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് LKG മുതൽ ഒരു ഡിഗ്രി അറ്റൈൻ ചെയ്ത് മൊത്തത്തിലൊരു എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന അതിനാണ് എഡ്യൂക്കേഷൻ ഓഫ് സ്കൂളിംഗ് എന്ന് പറയുന്നത്. സോ ഓൾമോസ്റ്റ് ഒരു 18 വർഷം വരെയാണ് അതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ മിനിമം വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു ഓരോ സെക്ടേഴ്സിനും, അതായത് എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറിനും അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്റ്റൻസിക്കും എന്തുണ്ട്? ഓരോ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ പറയാൻ പോകുന്നത് എന്തിൻ്റെ വാല്യൂ ആണ്? ഈ ഒരു വാല്യൂസ് അല്ല, ഗോൾ പോസ്റ്റ് ഉണ്ട്. ഗോൾ പോസ്റ്റ് എന്താണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പം ഈ ഒരു ഗോൾ പോസ്റ്റിൽ എഡ്യൂക്കേഷൻ്റെ ഗോൾ പോസ്റ്റ് തുടങ്ങുന്ന മിനിമം വാല്യൂ എത്രയാണ്? 0 ആണ്. ഓക്കെ, മാക്സിമം വാല്യൂ എത്രയാണ്? അത് മാക്സിമം വാല്യൂ സെറ്റ് ചെയ്തിരിക്കുന്നത് ആക്ച്വൽ ഒബ്സർവ്ഡ് മാക്സിമം വാല്യൂ ഓഫ് മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ഫ്രം ദ കൺട്രീസ് ഇൻ ദ ടൈം സീരീസ് 1980 to 2012 വരെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? ആ ഒരു കാലയളവിലുള്ള ആ ഒരു ഏജാണ്, ആ ഒരു സമയമാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. 2010 US-ൻ്റെ ആ ഒരു എസ്റ്റിമേഷൻ അനുസരിച്ച് 13.3 ഇയേഴ്സ് ആയിരുന്നു പറഞ്ഞിരിക്കുന്നത്, ആ ഒരു എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ എഡ്യൂക്കേഷൻ ഇൻഡെക്സ് ഈസ് ജോമെട്രിക്കൽ മീൻ ഓഫ് 2 ഇൻഡിസസ്. അപ്പോൾ ഈ രണ്ട് ഇൻഡിസസിൻ്റെയും കൂടെ മീൻ എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ ഇൻഡെക്സ് കണക്കാക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഹെൽത്തിലോട്ടാണ്. ഹെൽത്ത് എന്ന് പറയുന്നത് ഈസ് മെഷേർഡ് ബൈ ദ ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ദ ബർത്ത് കമ്പോണൻറ്റ് ഓഫ് ദ HDI, അതായത് ആയുർ ദൈർഘ്യം വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഹെൽത്ത് കമ്പോണൻറ്റ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് ഒരു മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 വർഷമായിരിക്കും അല്ലേ. മിനിമം വാല്യൂ എന്ന് പറയുന്നത് 20 വർഷം മുതൽ മാക്സിമം വാല്യൂ ഒരു 83.57 വയസ്സ്, ആ ഒരു പ്രായം വരെ ആയിരിക്കും അതിൻ്റെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി HDIയുടെ കണക്കിൽ പറയുന്നത്. ചില കൺട്രീസ് എടുത്താൽ this is the observed maximum value of indicators from the countries in this time series. ഓക്കെ, 1980 മുതൽ 2012 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു മാക്സിമം വാല്യൂ ആണ് ഈ 83.57 വർഷമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഒരു 55 വയസ്സാണ് ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ഇതിനെ നമ്മൾ പറഞ്ഞായിരുന്നു 0ക്കും 1നും ഇടയ്ക്കാണ് 1ലോട്ടും ഇടയ്ക്കാണ് നമ്മളുടെ വാല്യൂ HDIയുടെ വാല്യൂ സെറ്റ് ചെയ്യുന്നതെങ്കിൽ 55 വയസ്സാണെന്ന് ഇരിക്കട്ടെ, ഈ ഹെൽത്തിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി 55 വർഷമാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എങ്ങനെ അങ്ങോട്ടാക്കും? അതായത് 0.551 ആയിരിക്കും എന്തെന്ന് പറയുന്നത് അവിടുത്തെ HDI കമ്പോണൻറ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പോകുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലോട്ടാണ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ കമ്പോണൻറ്റ് ഇസ് മെഷേർഡ് ബൈ GNI. ഓക്കെ, GDP, ഒരു വർഷത്തെ GDP ഉപയോഗിക്കാതെ ഗ്രോസ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് അളക്കുന്നത്? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അളക്കുന്നത്. ഓക്കെ, അത് എങ്ങനെയായിരിക്കും? പർച്ചേസിങ് പവർ പാരിറ്റി, അതായത് $ലെ പർച്ചേസിങ് പവർ പാരിറ്റിയിലായിരിക്കും ഈ ഒരു മെഷർമെൻറ്റ് നടത്തുന്നത്. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ഗോൾ പോസ്റ്റ് മിനിമം ഇൻകം എന്ന് പറയുന്നത്, ഈ ഗോൾ പോസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ ഗോൾ പോസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന മിനിമം ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? $100 ആണ്. പർച്ചേസിങ് പവർ പാരിറ്റിയിലുള്ള $100 ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ മിനിമം ഇൻകം സെറ്റ് ചെയ്തിരിക്കുന്നത്. മാക്സിമം ഇൻകം എന്ന് പറയുന്നത് എവിടത്തെയാണ്? 2012 ഖത്തറിലെ എസ്റ്റിമേറ്റ് ചെയ്ത കണക്കാണ് കേട്ടോ. ഓരോ രാജ്യങ്ങൾക്കും ഓരോ കണക്കായിരിക്കും. ഓക്കെ, ആൻഡ് ദ മാക്സിമം വാല്യൂ, അവിടുത്തെ ഈ ഒരു ഖത്തറിലെ മാക്സിമം വാല്യൂ എത്രയായിരുന്നു? $87 87,478 ആണ് എന്തെന്ന് പറയുന്നത് മാക്സിമം വാല്യൂ, മാക്സിമം ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ദ HDI യൂസസ് ദ ലോഗറിതം ഓഫ് ഇൻകം. ഇൻകത്തിൻ്റെ ലോഗറിതം ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു
ഇൻക്രീസിങ് ഗ്രോസ് നാഷണൽ ഇൻകം കൂടുന്നതനുസരിച്ച് ആ ഒരു ഡെമിനിഷിങ് ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഇൻകത്തിൻ്റെ ലോഗരിതമായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി ഈ 3 HDIയുടെ വാല്യൂസ് നമുക്ക് കിട്ടി. അതിൻ്റെ ഗോൾ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് എത്രയൊക്കെ വാല്യൂസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്ത് ചെയ്യുന്നു? ഈ ഓരോ 3 സ്കോർസിനെയും എന്ത് ചെയ്യുന്നു? അഗ്രിഗേറ്റഡ് ഇൻറ്റു എ കോമ്പോസിറ്റ് ഇൻഡെക്സ് യൂസിങ് ജോമെട്രിക്കൽ മീൻ. ജോമെട്രിക്കൽ മീൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു കറക്റ്റ് ഒരു വാല്യൂസിലോട്ട് കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ HDI ഫെസിലിറ്റേറ്റ് ഇൻട്രസ്റ്റിംഗ് കമ്പാരിസൺ ഓഫ് ദ എക്സ്പീരിയൻസസ് വിത്തിൻ ആൻഡ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കൺട്രീസ്. അങ്ങനെ അത് അടിസ്ഥാനത്തിലായിരിക്കും ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് ആണ്, ശ്രദ്ധിക്കാം. The UNDP ranked the economies in accordance of their achievements on the above given 3 parameters on the scale of 1. നമ്മൾ പറഞ്ഞു എന്താണ്? 0യ്ക്കും 1നും ഇടയ്ക്കായിട്ടാണ് UNDP എന്ത് ചെയ്തിരിക്കുന്നത്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കണക്കാക്കിയിരിക്കുന്നത്. ഓക്കെ, ആസ് പെർ their achievements the countries were broadly classified into 3 categories. അവരുടെ ഈ ഒരു കണക്കനുസരിച്ച് എന്താണ് കൺട്രീസിനെ, രാജ്യങ്ങളെ ഓരോ 3 കാറ്റഗറി ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, അവിടെ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് നോക്കൂ, 0.8നും 1നും ഇടയ്ക്ക്, അതായത് 1നോട് അടുപ്പിച്ച് വരുന്നുണ്ട് അല്ലേ. 0.8നും 1നും ഇടയ്ക്ക് വാല്യൂ ഉള്ള രാജ്യങ്ങളാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൺട്രീസ് എന്ന് പറയാം. എന്താണ്? ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൺട്രീസ് എന്ന് പറയാം. ഇനി 0.5നും 0.7999, അതായത് 8ന് തൊട്ട് മുമ്പത്തെ ജസ്റ്റ് ഫ്രാക്ഷൻസ് മുമ്പത്തെ ആ ഒരു വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൺട്രീസ് എന്ന് പറയുന്നത്. എന്താണ്? മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൺട്രീസ്. 0.5നും 0.7999നും ഇടയ്ക്കുള്ളത്. ഓക്കെ, ഇനി 0നും അതായത് 5ന് തൊട്ട് മുമ്പുള്ള വാല്യൂ എന്താണ്? 0.4999 ആണ്. സോ ആ വാല്യൂ ഉള്ള കൺട്രീസിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൺട്രീസ് എന്ന് പറയുന്നത്. എന്താണ്? ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൺട്രീസ്. ഓക്കെ, ഈ വാല്യൂസ് എന്ന് പറയുന്നത് NCERT ബേസ്ഡ് വാല്യൂസ് ആണിത്. പക്ഷേ SCERTയിൽ നോക്കുമ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കുന്ന ഫോളോ ചെയ്യുന്ന എന്താണ്? NCERT ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ ഒരു വാല്യൂ ആണ് KS എക്സാമിന് പഠിക്കേണ്ടത്. ഇനി PSC എക്സാമിനാണെങ്കിൽ നിങ്ങൾ ആ ഒരു വാല്യൂസും കൂടെ വായിച്ച് നോക്കിയിരിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2019 നമ്മൾ ചാപ്റ്റർ 20-ലെത്തുമ്പം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതെല്ലാം എക്സാംസിന്, PSC എക്സാംസിനും KS എക്സാംസിനും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ പറയുന്നതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിലും വന്ന് ചോദിക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ തന്നെ അടുത്തൊരു സെക്ഷനാണ് ദ ഡിബേറ്റ് കണ്ടിന്യൂസ് അല്ലേ. ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ സംഭവം എന്ന് നോക്കാം. സോ നമ്മൾ വിചാരിച്ച പോലെ ഒറ്റ വീഡിയോയിൽ ഇത്രയും ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ 2 സെക്ഷൻ എന്നുള്ളത് 3 ആകാം. ചിലപ്പോൾ 3 എടുത്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ 4 സെക്ഷൻ ആക്കാൻ പോകുന്നത്. സോ അതെല്ലാം കറക്റ്റ് ഫോളോ, ആ പ്ലേലിസ്റ്റിൽ അതിൻ്റെ വീഡിയോസ് എല്ലാം കറക്റ്റിന് ഓരോ ചാപ്റ്റർ ഓരോ പാർട്ടുകളായിട്ടുണ്ടാവും. അത് കറക്റ്റ് നോക്കി ഒരു പോർഷൻ പോലും മിസ്സാകാതെ പഠിക്കണം കേട്ടോ. എൻ്റെ കൂടെ ഫോളോ ചെയ്ത് വരുന്നവരോടാണ് പറയുന്നത്. ഓ പോർഷൻസ് മിസ്സാകരുത്. ചിലപ്പം 1, 2, 3, 4 പാർട്ടുകൾ ഉണ്ടാവും. അത് കറക്റ്റിന് നോക്കുക. അത് എന്തായാലും ഓർഡറിലായിരിക്കും അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ എന്തായാലും തെറ്റിപ്പോകത്തില്ല. പക്ഷേ എന്താണ് സജഷൻസ് വഴി വീഡിയോസ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു പാർട്ട് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള ടോപ്പിക്കുകൾ അടുത്ത സെക്ഷനിലെടുക്കാം. ഈ ഒരു സെക്ഷനിൽ ഇത്രയും കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ, ഈ ഡിബേറ്റ് വലിയ കാര്യങ്ങളൊന്നുമില്ല എങ്കിലും നമുക്കെല്ലാം എന്താണ് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. എങ്കിലും മുന്നോട്ട് പഠിക്കുമ്പോഴത്തേക്ക് നമ്മളിനി ഇന്ത്യൻ എക്കണോമിയിലോട്ടൊക്കെ കയറുകയാണ്. ഓക്കെ, അപ്പം അതൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യാൻ, എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജഷൻസ് പറയാം. ഓക്കെ, താങ്ക് യു.